ഹായ് ഹലോ. ഇത് വാണ്ടറിങ് ജൂ ആണ് കേട്ടോ. ഇത് നമ്മുടെ പറമ്പിലുള്ളതാണ്. ഇത് അലക്ക് കല്ലിൻ്റെ ഒക്കെ അടുത്ത് വെള്ളം കിട്ടുന്ന കുറച്ച് തണലത്തുള്ളതാണ്. അതാണ് ഒരു കളറിൽ. അപ്പോൾ കുറച്ച് വെയിലത്തേക്ക് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളറിലേക്ക് മാറും കേട്ടോ. ഇതിപ്പോൾ മതിലിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യുന്നത് രണ്ട് സെയിം ആണ്. പക്ഷെ രണ്ടിലും കളറിങ് ഡിഫറൻസ് കണ്ടില്ല. അപ്പോൾ കുറച്ച് വെയിലത്തേക്ക് വെക്കുമ്പോൾ ഇങ്ങനെ ആകും. പക്ഷേ വെയിലത്ത് വെക്കുമ്പോൾ ഇലകളൊക്കെ കരിഞ്ഞും പോകും. അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട സമയം അയക്കുന്നത്. പിന്നെ നമ്മുടെ എപ്പിഷ്യൽ പ്ലാന്റിലൊക്കെ അങ്ങനെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ കഴിയുമ്പോൾ നമുക്ക് നശിച്ചു പോകാം. വീണ്ടും ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കുകയാണ്. പിന്നെ എൻ്റെ 2 ദിവസം മുന്നേ ഞാൻ 10 മണിച്ചെടി പ്രൂണിങ് ചെയ്ത സമയത്ത് നട്ട് വെച്ചതാണ്. ഇപ്പോൾ ഒരു ദിവസം തണലത്ത് വെച്ചിട്ട് നമ്മൾ വെയിലത്തേക്ക് എടുത്ത് വെച്ചാണ്. ഇപ്പോൾ മതിലിൻ്റെ മുകളിൽ എടുത്തതാണിത്. അപ്പോൾ അതിൽ നമുക്കറിയാലും ഓൾറെഡി ഉള്ളത് കൊണ്ട് നമുക്ക് പൂക്കൾ കണ്ടില്ലേ. 2 ഇതിലും പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും പിടിക്കും കേട്ടോ. വേഗം പിടിക്കുന്ന പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു 10 മണിച്ചെടി. പിന്നെ എങ്ങനെ എല്ലാ ചെടികളൊക്കെ ഒന്ന് നോക്കി, ഇന്ന് നനച്ചിട്ടൊന്നുമില്ല കേട്ടോ. ചെടികളൊക്കെ ഒന്ന് നോക്കി. അപ്പം നമ്മുടെ ബോൾസം ചെടി ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പോട്ടിലേക്ക് മാറ്റണം. ചെറിയ കുഞ്ഞു പോട്ടിലേക്ക് മാറ്റാൻ പറ്റില്ല. കുറച്ച് വലിപ്പമുള്ള പോട്ടിലേക്ക് തന്നെ അത് മാറ്റി കൊടുക്കണം. പിന്നെ ഇന്നലെ ഒരാൾ ചോദിച്ചിരുന്നു പിന്നെന്താണ് സ്പൈഡർ പ്ലാന്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റിബൺ ഗ്രാസ് പ്ലാന്റും എങ്ങനെയാണ്. അപ്പോൾ ഇതാണ് 2 വ്യത്യാസം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്പൈഡർ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിൽ നിന്നൊരു തണ്ട് ഇങ്ങനെ നീണ്ട് വന്നിട്ട് ഒരുപാട് തൈകൾ ഉണ്ടാവട്ടെ. ഇതുപോലെ നമുക്കിനി ഇത് വേറൊരു പൊട്ടിലേക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ റിബൺ ഗ്രാസ് പ്ലാന്റ്. അപ്പോൾ ഇത് നമുക്ക് പിന്നെ ഇങ്ങനെ ആ ഒരു തണ്ട് നീണ്ടു വരില്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ തൈകൾ വന്നിട്ട് ഈ പോട്ട് ഇങ്ങനെ തിക്കായിട്ട് ബുഷിയായിട്ട് നിൽക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഒരു ബൾബോട് കൂടിയിട്ട് നമ്മൾ മാറ്റി നട്ടാൽ നമ്മുടെ റിബൺ ഗ്രാസ് പ്ലാന്റ് നന്നായിട്ടുണ്ടാകും. പിന്നെ നമുക്ക് തൈകൾ അടർത്തി മാറ്റിയിട്ട് നടാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് വരുന്ന തൈകൾ മാറ്റി നടാം കേട്ടോ. അപ്പോൾ എങ്ങനെയോ 2 വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്. 2 ചട്ടി എന്നോ വാങ്ങി വെച്ചതായിരിക്കും. അപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ചെറിയ ചട്ടിയാട്ടോ. അന്ന് വലിയ ചട്ടിയൊന്നുമല്ല, നല്ല ഹോൾസെയിലെ ചട്ടിയാണ്. പിന്നെ കണ്ടില്ലേ, എപ്പോഴും എനിക്ക് പണി തരുന്ന ഇലകൾ വീണോ പണി തരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചക്ക ഉണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അങ്ങനത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ചെടി നനച്ചിട്ടില്ല. അപ്പോൾ ചെടികളൊന്നും അത്ര വാടിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ നനച്ചിട്ടുമില്ല. എന്നിപ്പോൾ